Good morning. Okay. അപ്പൊ നമ്മള് ഇന്നലെ ഡയറ്ററിയില് റോൾ ഓഫ് ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അതിനകത്ത് ഏതൊക്കെയായിരുന്നു? ഇൻപേഷ്യന്റ് കാറ്ററിംഗ് വരുന്നുണ്ട്, ഡയറ്റ് കൗൺസിലിംഗ് ഉണ്ട്, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് ഉണ്ട്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അതിന്റെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ആണ്. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഭക്ഷണം നൽകുന്നതിനെ കുറിച്ചാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ പറയുന്നത് അല്ലെ. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടാൻ പറഞ്ഞായിരുന്നു ഞാൻ. It deals with the provisional meals to the patient who are admitted in the hospital. Okay. Next, diet counseling പറഞ്ഞു. Diet counseling can be given as outpatient diet clinics. പുറമെയുള്ള ഒരു ഔട്ട്പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കിലൂടെ, അതായത് നമ്മൾ ഡയറ്റീഷ്യന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം ഫുഡ് കൊടുക്കുന്ന ഒരു ഇതാ പറഞ്ഞത്. കാൽക്കുലേറ്റഡ് കലോറി ഡയറ്ററി നീഡ്സ് ഇൻ വ്യൂ ഓഫ് ദ ബോഡി വെയിറ്റ്, അണ്ടർലൈൻ ഡിസീസസ്, ഫുഡ് ഹാബിറ്റ്, ഇതൊക്കെ നമ്മൾ വെച്ചിട്ട്, അതായത് ഒരു ഡയറ്റീഷ്യന്റെ ഒരു നിർദ്ദേശപ്രകാരം ഒക്കെ ഫുഡ് ഔട്ട്പേഷ്യന്റ് ക്ലിനിക്കിലൂടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ആണ് ഇത് diet counseling എന്ന് പറയുന്നത്. Can be given as outpatient diet clinic when patients are referred by clinician dietitian to calculate their dietary needs in the view of the body weight. Okay. ഇനി അടുത്തത് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എങ്ങനെയായിരുന്നു? സർവീസസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ. സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സർവീസുകൾ. നമ്മളിപ്പോ ക്യാൻറ്റീനൊക്കെ ഭക്ഷണം കഴിക്കില്ലേ? അപ്പൊ അങ്ങനെ ആ ഒരു നമുക്ക് വിസിറ്റേഴ്സിനും പേഷ്യന്റിനെ കാണാൻ ചെല്ലുന്നവർക്കും ഒക്കെ എല്ലാവർക്കും അവിടുത്തെ ഫുഡ് നമുക്ക് കഴിക്കാം. അതാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. സർവീസസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ. അത്രയും നമ്മൾ അതിൻ്റെ അകത്ത് ഏതാണ് 5 പോയിന്റ് പറഞ്ഞു നിർത്തിയ അല്ലെ. പ്രൊവിഷൻ ഓഫ് മീൽ, ടീ, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് എക്സെട്ര. പിന്നെ അടുത്ത് പറഞ്ഞു പ്രൈവറ്റ് പാർക്കിനേക്കായും അവിടെ കോസ്റ്റ് എങ്ങനെയാ? കുറവായിരിക്കും, ചീപ്പർ ആയിരിക്കും. പിന്നെ അഡ്മിനിസ്ട്രേഷന് നമ്മൾ ഫുഡ് സർവീസിന്റെ ക്വാളിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സർവീസസ് ക്യാൻ ബി ഗിവൺ ടു സ്റ്റാഫ് ഓർ വിസിറ്റേഴ്സ്. സ്റ്റാഫിനും വിസിറ്റേഴ്സിനും ഒക്കെ നമുക്ക് ആ സർവീസ് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇനി അടുത്തത് നോക്കിയേ, അതിന്റെ തൊട്ട് താഴെ ഒരു ചെറിയൊരു സെന്റൻസ് ഉണ്ട്. നോക്കിയേ, ഹോസ്പിറ്റൽ ക്യാൻ have an mobile or vending machine in certain location like OPD. OPD ഏതാ? outpatient department. OPD outpatient department, OPD casualty block etc. Hospital can have a mobile or vending machine. Mobile or vending machine. vending machine കേട്ടിട്ടുണ്ടോ? മൊബൈൽ എന്ന് പറഞ്ഞാൽ മൂവബിൾ എന്നുള്ള മീനിങ് ആട്ടോ. മൂവബിൾ ഓർ വെൻഡിങ് മെഷീൻ കണ്ടിട്ടുണ്ടാവും. നമ്മള് ഈ ഏതാണ് ചില ഏരിയകൾ കാഷ്വാലിറ്റിയില്, OPDയില് ഒക്കെ നമ്മള് ഒരു ഇങ്ങനെ എന്താ പറയാ, ഒരു ഓട്ടോമാറ്റിക് മെഷീനാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് എന്താണോ വേണ്ടത്, ഇപ്പൊ ടീ ആണെങ്കിൽ ടീ, കോഫി ആണെങ്കിൽ കോഫി, അല്ലെങ്കിൽ സ്നാക്സ് എന്താന്ന് വെച്ചാൽ നമ്മൾ എന്താ അതിനകത്തോട്ട് ഒരു കോയിൽ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ അതിൽ നിന്ന് നമുക്ക് എത്ര രൂപയാണ് അതിന്റെ റേറ്റ് എന്നുള്ളത് നോക്കിയിട്ട് അത് അതിലേക്ക് നമ്മൾ ആ ഇത് കൊടുക്കുമ്പോൾ, പൈസ ഇടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ സ്നാക്സോ അല്ലെങ്കിൽ എന്താണ് ടീയോ എന്താന്ന് വെച്ചാൽ നമുക്ക് കിട്ടും. അങ്ങനെ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സർവ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക് മെഷീൻ ആണ് വെൻഡിങ് മെഷീൻ എന്ന് പറയുന്നത്. കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലുകളില്, പിന്നെ നമ്മള് റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ അവിടെ വേറെ സർവ് ചെയ്യാനൊന്നും ആരുമില്ല. നമുക്ക് എന്ത് സാധനം വേണ്ടേ ആ മെഷീനിലേക്ക് കോയിൻ ഇൻസേർട്ട് ചെയ്തിടുക. അപ്പൊ അതിനകത്ത് എന്താ വേണ്ടതെന്ന് വെച്ച് നമുക്ക് താഴെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. കണ്ടിട്ടുണ്ടോ വെൻഡിങ് മെഷീൻ ഹോസ്പിറ്റലുകളില്? യെസ്. അപ്പൊ പിന്നെ ഒരു ഇതാ പറഞ്ഞേക്കുന്നത്, ഹോസ്പിറ്റലില് മൂവബിൾ ഓർ വെൻഡിങ് മെഷീൻസ്, OPD ഏരിയയില്, കാഷ്വാലിറ്റി ബ്ലോക്ക്, ഇവിടെയൊക്കെ നമുക്ക് ഇതിനുള്ള മെഷീനുകൾ ഉണ്ടെന്ന്. ഇനി നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ് 4ാമത്തെ നമ്മൾ പറഞ്ഞത് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്.
Hospital staff such as nurses, nursing aides, നഴ്സിംഗിനെ സഹായിക്കുന്നവര്, നഴ്സിംഗ് എയ്ഡ്സ്, റെസിഡൻസ്, അവിടുത്തെ താമസക്കാര്, ടെക്നീഷ്യൻ, cooks, etc. would be educated considering the type of food, balanced deal, caloric value, etc. ഇവിടെ പറഞ്ഞേക്കുന്ന ഹോസ്പിറ്റൽ സ്റ്റാഫുകള്, ഹോസ്പിറ്റലിലുള്ള നേഴ്സുകള്, നേഴ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവര്, അവിടുത്തെ താമസക്കാര്, ടെക്നീഷ്യൻ, കുക്ക് എന്നിവര് എല്ലാവരും എന്താ നമ്മളുടെ ആ ഫുഡിനെ കുറിച്ച്, നമ്മൾ ഏത് തരത്തിലുള്ള ഫുഡ് അല്ലെങ്കിൽ അതിന്റെ ബാലൻസ്ഡ് ഡീല്, ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ച്, നമ്മളുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള കലോറിക് വാല്യൂ, അതിനെ കുറിച്ചൊക്കെ അവർക്കൊക്കെ എന്താ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും ഹോസ്പിറ്റലുകളിൽ. എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ട്രെയിനിങ്ങുകൾ അവർക്ക് അങ്ങനെ കുറച്ചും കൂടി എന്താ നമ്മുടെ ബാലൻസ്ഡ് ഡീലിനെ കുറിച്ചും ന്യൂട്രീഷ്യസ് ഡയറ്റിനെ കുറിച്ചും ഒക്കെ അവയർനെസ് കിട്ടുന്ന രീതിയിലുള്ള നമുക്ക് എഡ്യൂക്കേഷൻ നമുക്ക്, അല്ലെങ്കിൽ അവരെ നമുക്ക് എന്താണ് അത് ബോധവൽക്കരിക്കാൻ കഴിയും. ഏത് സംബന്ധിച്ചാണ്? കൺസിഡറിങ് ദ ടൈപ്പ് ഓഫ് ഫുഡ്, നമ്മൾ ഏത് തരം ഫുഡ് കഴിക്കണം, ബാലൻസ്ഡ് ഡീല്, കലോറിക് വാല്യൂ എന്നിവയെ സംബന്ധിച്ച് ഇവരെല്ലാം നമുക്ക് ഹോസ്പിറ്റലുകളിൽ എന്താ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും. The department can have an in-service teaching program for the staff. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഡിപ്പാർട്ട്മെന്റില് ഇൻ-സർവീസ് ടീച്ചിങ് പ്രോഗ്രാം, അതായത് സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ടീച്ചിങ് പ്രോഗ്രാമുകളൊക്കെ നമുക്ക് നടത്താൻ പറ്റും, ഡിപ്പാർട്ട്മെന്റിന് നടത്താൻ പറ്റും. എന്താ വേറൊന്നുമില്ല, അവരെ സ്റ്റാഫിനെയൊക്കെ ഈ ബാലൻസ്ഡ് ഡീലിനെ കുറിച്ചും ഹെൽത്തി ഫുഡിനെ കുറിച്ചും ഒക്കെ ഒരു അവയർനെസ് കിട്ടുന്ന, അല്ലെങ്കിൽ അവർക്ക് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാമുകൾ നമുക്ക് നടത്താൻ പറ്റും. സെമിനാറുകളൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെ ബേസ് ചെയ്തിട്ടുള്ള അവയർനെസ് കിട്ടുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളും കാര്യങ്ങളും ഒക്കെ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടക്ട് ചെയ്യാൻ പറ്റും. The department can have in-service teaching program for the staff. സ്റ്റാഫിന് വേണ്ടിയിട്ട് in-service teaching program ഡിപ്പാർട്ട്മെന്റിന് നടത്താം. ഓക്കെ, അത്രയാണ് കേട്ടോ. 4 പോയിന്റ്സ് നോക്കുക. അതിനകത്ത് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറഞ്ഞതിൽ ഫസ്റ്റ് ലൈൻ ഞാൻ പറഞ്ഞു, അത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം ക്വസ്റ്റ്യൻ അത് ചോദിച്ചതാണ്. അതൊന്ന് നോട്ട് ചെയ്തിടുക. പിന്നെ ഡയറ്റ് കൗൺസിലിംഗ് ആണ്. Can we give us outpatient diet clinics? Can be given as outpatient diet clinic. നമുക്ക് ഔട്ട്പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളിലൂടെ ഒരു ഡയറ്റ് കൗൺസിലിംഗ് ഒക്കെ നടത്താൻ പറ്റും. ഓക്കെ, പിന്നെ അതിനകത്ത് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, അതിന്റെ കീഴിൽ വരുന്ന കുറച്ച് പോയിന്റ്സുകൾ 5 പോയിന്റ് പറഞ്ഞു. പിന്നെ അടുത്തതാണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ഫങ്ഷൻസ് ആണ്. പിന്നെ അത് നമുക്ക് ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാം ഫോർ ദ എക്യുപ്മെന്റ്. എക്യുപ്മെന്റിന്റെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സംഘടിപ്പിക്കുക. നമുക്കപ്പോ ഡയറ്ററിയുമായി ബന്ധപ്പെട്ട ആ ഡിപ്പാർട്ട്മെന്റിൽ ഒത്തിരി എക്യുപ്മെന്റ്സുകൾ വേണമല്ലോ ഓരോന്നിനു വേണ്ടിയിട്ടുള്ള. അപ്പൊ അതിന്റെ ഒരു പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാംസുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ മെഷീൻസുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് എന്താണ് ഒരു മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് കേടാവാതിരിക്കാൻ അതിന്റെ പ്രിവെന്റീവ് നമ്മൾ അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ ചീത്തയാവാതിരിക്കാനായിട്ട് അപ്പൊ അതിന്റെയൊക്കെ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു പരിശോധന കാര്യങ്ങളും ഒക്കെ അവിടെ ചെയ്യണം. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന് ഓർഗനൈസ്ഡ് സംഘടിപ്പിക്കുക. പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാം ഫോർ ദ എക്യുപ്മെന്റിനായിട്ടുള്ള പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാം. സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് എ കൺസിസ്റ്റന്റ് കോസ്റ്റ്. സ്ഥിരമായിട്ടുള്ള ഒരു വിലയിൽ നമുക്ക് നല്ല ഫുഡ് സപ്ലൈ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ്, സപ്ലൈ
the best food at a consistent cost. നമുക്ക് സ്ഥിരമായിട്ടുള്ള വിലയില്, അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ വിലയിൽ അധികം ഡിഫറൻസ് ഒന്നും വന്നില്ല അല്ലെ. ഫുഡിന് ഏകദേശം ഒരേ റേറ്റ് തന്നെയായിരിക്കും. അത് നമ്മൾ പറഞ്ഞ റേറ്റ് കുറവായിരിക്കും എന്ന് പറഞ്ഞു. പുറമെയുള്ള ഇതിൽ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ റേറ്റ് കുറവായിരിക്കും. പിന്നെ അതൊരു സ്ഥിരമായിട്ടാണ്. നമ്മൾ ചില പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ ഈ ആഴ്ച കയറുമ്പോഴത്തെ ആ ഒരു റേറ്റ് ആയിരിക്കില്ല ഒരു മാസം കഴിഞ്ഞ് കയറുമ്പോ. അതിനൊരു ഡിഫറൻസ് ഉണ്ടാവും അവിടെയൊക്കെ. ഇവിടെ ഒരു സ്ഥിരമായിട്ടുള്ള വിലയിൽ നല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ നോക്കിയേ, ബൈ ടു സ്പെസിഫിക്കേഷൻ, റിസീവ് സപ്ലൈസ്, ചെക്ക് ദെയർ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, സ്റ്റോർ. ബൈ ടു സ്പെസിഫിക്കേഷൻ, സ്പെസിഫിക്കേഷൻ അനുസരിച്ച്, ബൈ ടു സ്പെസിഫിക്കേഷൻ നിർദ്ദേശം അനുസരിച്ച് കൊണ്ട് തന്നെ സപ്ലൈകൾ എന്തൊക്കെ നമ്മൾ റിസീവ് സപ്ലൈസ് സാധനങ്ങളൊക്കെ നമുക്ക് റിസീവ് ചെയ്യാം. പിന്നെ അതിന്റെ ക്വാണ്ടിറ്റി നമ്മളിപ്പോ നമ്മള് ഈ ഡയറ്ററിയിൽ നിന്ന് നമുക്കൊരു ഓർഡർ കൊടുക്കുമല്ലോ, ഇത്രയും സാധനങ്ങളൊക്കെ വേണമെന്ന്. അപ്പൊ നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യാം. ക്വാളിറ്റി, സ്റ്റോർ, എത്രത്തോളം അത് സ്റ്റോർ ഉണ്ട്, ഇതൊക്കെ നിർദ്ദേശം അനുസരിച്ച് എല്ലാം എന്ത് ചെയ്യാം, സംഘടിപ്പിക്കുക എന്നുള്ളത്. അത് വേറൊരു ഫംഗ്ഷൻ ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ബൈ ടു സ്പെസിഫിക്കേഷൻ നിർദ്ദേശം അനുസരിച്ച് സപ്ലൈകൾ സ്വീകരിക്കാം. അതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ ആ കറക്റ്റ് ക്വാണ്ടിറ്റി ഉണ്ടോ, അതിന്റെ എത്ര ക്വാളിറ്റി, പിന്നെ സ്റ്റോർ എത്രത്തോളം ഓരോ സാധനങ്ങളും ഒക്കെ സ്റ്റോർ ഉണ്ട്, ഇതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ അടുത്ത് നോക്കിയ മേക്ക് എന്ന് വെച്ചാൽ നിർമ്മിക്കുക, അതായത് ഫുഡ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഫുഡ് പ്രിപ്പയർ ചെയ്യുക, നിർമ്മിക്കാം. പോർഷൻ എന്തെങ്കിലും ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓരോ ടൈപ്പ് ഫുഡ് അല്ലല്ലോ. നമ്മൾ പറഞ്ഞില്ലേ, ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അപ്പൊ ഓരോരുത്തർക്കുടെ രോഗത്തിന്റെ തരമൊക്കെ നോക്കിയിട്ട് ഇപ്പൊ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ആ രീതിയിലുള്ള ഫുഡായിരിക്കും. അപ്പൊ നമ്മളിപ്പോ വാർഡിലേക്ക് ഇത്ര ഫുഡ് അല്ലെ, പിന്നെ കോമൺ ആയിട്ട് നമ്മള് ഇങ്ങനെ ഓരോ സെക്ഷൻ തിരിക്കൂലേ, അതാണ് ഒരു ഭാഗം. നമുക്ക് അതിനെ പോർഷൻ അതിനെ ഭാഗമാക്കി തിരിക്കാം എന്നുള്ള മീനിങ് കേട്ടോ. നമ്മൾ ആ ഒറ്റ ഇതല്ല, ആ ഫുഡ് പല പല സെക്ഷനുകളും അല്ലെങ്കിൽ പല പല ഭാഗങ്ങളാക്കി തിരിക്കാം. ഇപ്പൊ വാർഡിലേക്ക് പോകേണ്ട ഫുഡുകള്, റൂമുകളിലേക്ക് നമ്മൾ പോകേണ്ട ഫുഡുകള്, അല്ലെങ്കിൽ നമുക്ക് അവിടെ അവിടെ വരുന്നവർക്കുള്ള ഫുഡുകള്, അല്ലെങ്കിൽ ഓരോ പേഷ്യൻസിന്റെ രോഗം അനുസരിച്ചിട്ടാണെങ്കിലും നമ്മളെ ഫുഡ്. ഇപ്പൊ ഇങ്ങനെ ആ ഒരു സെക്ഷനിൽ കിടക്കുന്നവർക്ക് ഈ തരത്തിലുള്ള ഫുഡ് അങ്ങനെയുള്ളത്. ഇപ്പൊ ഡയബറ്റീസ് പേഷ്യൻസിനാണെങ്കിലും നമ്മൾ പറഞ്ഞ ഫൈബേഴ്സിന്റെ ഒക്കെ ഫൈബേഴ്സ് ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണമായിരിക്കും. അപ്പൊ ആ രീതിയിലുള്ള ഫുഡ് അവർക്ക് കൊടുക്കും. പിന്നെ അങ്ങനെയൊക്കെ അതിനെയൊക്കെ അങ്ങനെ ഫുഡുകളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ഭാഗങ്ങളാക്കി തരം തിരിക്കുക എന്നുള്ളത്. പിന്നെ അസംബിൾ ചെയ്യാന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കുക. നമുക്ക് ഓരോന്നും നമുക്ക് ആ ന്യൂട്രീഷ്യസ് നീഡ് അനുസരിച്ച് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഒരു ഒറ്റ ഫുഡ് അല്ലല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഓരോരുത്തരുടെ ഡിസീസും ഇൻഡിവിജ്വൽ ബേസ് നമ്മൾ അവിടെ വ്യത്യാസം വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് അസംബിൾ ചെയ്യാം, കൂട്ടിച്ചേർക്കാം. ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതിനകത്ത് 2-3 പോയിന്റ്സ് ആണ് കേട്ടോ. മേക്ക്, പോർഷൻ, അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്. ഇനി നോക്കിയേ നെക്സ്റ്റ് പോയിന്റ്, development of recipes according to the nutritional needs of patient. ഇനി റെസിപ്പി എങ്ങനെ തയ്യാറാക്കണം, ഫുഡിന്റെ റെസിപ്പി എങ്ങനെ വേണം, അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് പേഷ്യന്റ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഫംഗ്ഷൻ അല്ലാതെയും ചോദിക്കാം, വൺ വേർഡ്സ് ആയിട്ട് ചോദിക്കാം. ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ഡാഷ് ഓഫ് ദ പേഷ്യന്റ്. പേഷ്യൻസിന്റെ എന്തനുസരിച്ച് വേണം, ന്യൂട്രീഷണൽ നീഡ് അനുസരിച്ച് വേണം റെസിപ്പി തയ്യാറാക്കാൻ. Development of recipes according to the nutritional needs of patients. പേഷ്യൻസിന്റെ ന്യൂട്രീഷണൽ നീഡ്സ് അനുസരിച്ച് വേണം ഈ റെസിപ്പീസ് തയ്യാറാക്കാനായിട്ട്, ഡെവലപ്പ് ചെയ്യാനായിട്ട്. അടുത്ത് നോക്കിയേ, to instruct about how diet play an important role in the treatment of disease. To instruct എന്ന് വെച്ചാൽ നിർദ്ദേശം, ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. About how diet play an important role in the treatment of various diseases. പല ഡിസീസിന്റെ ട്രീറ്റ്മെന്റില് ഡയറ്റിന്റെ റോൾ എന്താണ്,
ഡയറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ആ ഡയറ്റ് ആ രോഗം മാറുന്ന അല്ലെങ്കിൽ അതിന്റെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റില് ഡയറ്റിന്റെ പങ്ക് എന്താണ് എന്നതിനെ കുറിച്ച് പേഷ്യൻസിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാം, ഒരു നിർദ്ദേശം കൊടുക്കാം, അല്ലെങ്കിൽ അവർക്കൊരു അവയർനെസ് കൊടുക്കാം. How diet play an important role in the treatment of the various diseases. നമ്മള് ചില രോഗങ്ങൾ നമ്മള് എന്താ ട്രീറ്റ്മെന്റ് കൊണ്ട് മാത്രം മാറില്ല. അപ്പൊ അതിനൊപ്പം തന്നെ ഡയറ്റും നമ്മൾ കൺട്രോൾ ചെയ്യണം, അല്ലെ? ഫുഡിലും കൺട്രോൾ ചെയ്യണം. ഡയബറ്റീസ് പേഷ്യൻസ് നമ്മൾ കുറയും അവിടെ ട്രീറ്റ്മെന്റ് ചെയ്ത് മരുന്ന് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. അവര് എന്താണ് ആ ഷുഗറൊക്കെ കുറവാണ്, ഷുഗർ ലെവല് കുറവുള്ള ഭക്ഷണങ്ങളൊക്കെ വേണം അവര് കഴിക്കാനായിട്ട്. ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, അത് കുറേ മധുരമുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് മാറുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ഭക്ഷണവും ഡയറ്റും കൂടി അതിന്റെ ഒപ്പം എന്ത് ചെയ്യണം, നിലനിർത്തിക്കൊണ്ട് പോകണം ട്രീറ്റ്മെന്റിന്. അപ്പൊ ഡയറ്റ് വഹിക്കുന്ന പങ്ക് എന്താണ് എന്നതിനെ കുറിച്ച് ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു നിർദ്ദേശം കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ വേറൊരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ടു ഇൻസ്ട്രക്ട് about how diet play an important role in the treatment of the various diseases. പല രോഗങ്ങളുടെ ട്രീറ്റ്മെന്റിന് ഡയറ്റ് വഹിക്കുന്ന പങ്ക്, അതിനെ കുറിച്ച് ഒരു നിർദ്ദേശം കൊടുക്കാൻ പറ്റും. ഇനി അടുത്ത് നോക്കിയേ, to follow the everyday diet pattern of patient to meet their needs throughout various diseased condition. നോക്കിയ അടുത്ത പോയിന്റ് എന്താണ്? to ഓക്കെ, നമ്മള് ഇതിനകത്ത് മൂന്നാമത്തെ പോയിന്റ് അല്ലേ പറഞ്ഞത്? To follow the everyday diet pattern of patient, meet their needs throughout the various disease condition. അവിടെ എന്താ പറഞ്ഞേക്കുന്നേ? പോയിന്റ്സ്. ഓക്കെ, അതായത് നമ്മുടെ ആ പേഷ്യൻസിന്റെ പല ഡിസീസ് കണ്ടീഷൻ ഉണ്ടല്ലോ, വിവിധ രോഗാവസ്ഥയിലൂടെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് രോഗികളുടെ ആ ഭക്ഷണക്രമം എന്ത് ചെയ്യണം, അത് പരിഷ്കരിക്കുക. ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ എനിക്കൊരു രോഗമാണ്, ഞാനവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ എന്റെ ആ ഒരു ഇതിന്റെ ഡയറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് അതിന്റെ ഇതനുസരിച്ചിട്ട് വേണം. അതായത് നമ്മുടെ ആ ഭക്ഷണക്രമം അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഭക്ഷണക്രമം നമ്മൾ നിയന്ത്രിക്കണം. എന്താ പറഞ്ഞേക്കുന്നത്? വിവിധ രോഗാവസ്ഥയിലൂടെ അവരുടെ ആവശ്യങ്ങള് നിറവേറ്റുന്നതിനായിട്ട് അവരുടെ ഭക്ഷണക്രമം, ദൈനംദിനമായിട്ടുള്ള ആ ഭക്ഷണക്രമം എന്ത് ചെയ്യണം, പരിഷ്കരിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ അവിടെ ഡിസീസ് നമ്മൾ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ഭക്ഷണത്തിലും എന്ത് ചെയ്യണം, നമ്മളൊരു ശ്രദ്ധ വേണം, അല്ലെ? അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണക്രമം പരിഷ്കരിക്കണം. നമ്മളിപ്പോ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ മതിയാവില്ല, ചിലപ്പോൾ എക്സ്ട്രാ നമ്മളെ എന്തെങ്കിലും ആ ഫുഡിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളിപ്പോ കഴിക്കുന്ന ഫുഡിൽ നിന്ന് എന്തെങ്കിലും ആ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും ഒഴിവാക്കണമെന്നുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യാണ്, നമ്മുടെ ഡയറ്റ് ക്രമീകരിക്കുക എന്നുള്ളത്, പരിഷ്കരിക്കുക. To follow the everyday diet pattern of patient, നമ്മൾ എങ്ങനെ ഫോളോ ചെയ്യണം? To meet their needs throughout the various disease condition. പല രോഗാവസ്ഥയിലുടനീളം അവർക്ക് അപ്പൊ ആ രോഗാവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഫുഡ് കഴിക്കാം, അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യണം. അതനുസരിച്ചുള്ള ഭക്ഷണക്രമം നമ്മൾ പരിഷ്കരിക്കണം, അതിൽ മാറ്റം വരുത്തണം. ഓക്കെ, ക്ലിയർ ആയില്ലേ പോയിന്റ്? നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തില് നമ്മൾ എന്താ, നമ്മൾ അതിനനുസരിച്ച് അതിനൊരു നമ്മുടെ ഡയറ്റ് പേഷ്യന്റിന്റെ നീഡ് അനുസരിച്ച് തന്നെ നമ്മൾ പരിഷ്കരിക്കണം എന്നുള്ളത്. അതനുസരിച്ച് വേണം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. The everyday function of the dietary department is to prepare meals. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. എല്ലാ ദിവസത്തെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ എന്താ? To prepare meals. ഒരു ദിവസം ഉണ്ടാക്കിയാൽ മതി ഭക്ഷണം. ഒരു ദിവസം 2 ദിവസത്തെ കാര്യമില്ല, എവരിഡേ, എല്ലാ ദിവസവും നമ്മൾ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ മീൽസ് ആൻഡ് സ്നാക്സ് ഫോർ പേഷ്യന്റ്. മീൽസ് നമ്മൾ ഭക്ഷണം, സ്നാക്സ്
patients who are admitted to the hospital. Hospital admit ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യുക, മീൽസ്, സ്നാക്സ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന് മറ്റൊരു ഫംഗ്ഷൻ. ദീസ് മീൽസ് ആർ പ്രിപ്പയർഡ് ബൈ, ഈ മീൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? Prepared by strict guidelines of the physician written order. Physician written order അനുസരിച്ച് physician ഓരോ പേഷ്യന്റിനെ നോക്കി അവരുടെ ആ ഡിസീസ് ഒക്കെ നോക്കിയിട്ട്, അതായത് അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിലായിരിക്കണം, ഗൈഡ്ലൈൻസിലായിരിക്കണം ആ ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട്, മീല് റെഡി ആക്കേണ്ടത്. ഓക്കെ, എല്ലാ ദിവസവും ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് മീൽസ്, സ്നാക്സ് ഒക്കെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫംഗ്ഷൻ. അതെങ്ങനെയാ മീൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ വേണം? അത് ആ ഫിസിഷ്യന്റെ റിട്ടേൺ ഓർഡർ അനുസരിച്ച്, അതായത് സ്ട്രിക്ട് ഗൈഡ് ലൈൻസോട് കൂടി നിർദ്ദേശം അനുസരിച്ചായിരിക്കണം മീൽസ് റെഡിയാക്കാൻ. അല്ലാതെ കുക്കിന്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പാടില്ല. അവിടെ ഫിസിഷ്യന്റെ ആ റിട്ടേൺ ഓർഡർ അനുസരിച്ചിട്ട് വേണം ഓരോരുത്തർക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ. ആ രീതിയിലുള്ള ഫുഡ് വേണം കൊടുക്കാനായിട്ട്. ഇനി അടുത്ത് നോക്കിയ നെക്സ്റ്റ് പോയിന്റ് എന്താ? അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട് പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. അറേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സംഘടിപ്പിക്കുക. ക്യാരി ഔട്ട് നടപ്പിലാക്കുക. ക്യാരി ഔട്ട് നടപ്പിലാക്കുക. ക്യാരി ഔട്ട് നടപ്പിലാക്കുക. പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ്. പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ, ഡയറ്റുമായിട്ട് സംബന്ധിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ, അതിന്റെ കൗൺസിലിംഗ്, ഇതെല്ലാം അറേഞ്ച് ചെയ്യുക, നടപ്പിലാക്കുക. പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ് ഇതൊക്കെ അറേഞ്ച് ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ, ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ. ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയറ്ററ്റിക്സ് ഭക്ഷണത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച്, ഒരു ശാസ്ത്രശാഖയാണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് നോളജ് കൺസേൺ വിത്ത് ഡയറ്റ്. ഇവിടെ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. Dietetic, the branch of knowledge concerned with the diet. ഡയറ്റുമായിട്ട് സംബന്ധിച്ച്, concerned with the diet. ഓക്കെ, ഷോർട്ട് ചെയ്ത് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് മാറി വലിച്ചൊന്നും വേണ്ട, ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആ ടെക്സ്റ്റിൽ തന്നെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി. ഇനിയും ടെക്സ്റ്റ് കിട്ടാത്തവരുണ്ടല്ലേ, അവർ ആ ബുക്കിലേക്ക് ഒന്ന് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ടെക്സ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് ടെക്സ്റ്റിലേക്ക് അത് ശരിയാക്കാം. ഓക്കെ, ഒന്നുകൂടി പറയും. ദ ബ്രാഞ്ച് ഓഫ് നോളജ്, ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞത്, ഡയറ്ററ്റിക്സ് is the branch of knowledge concerned with the diet. Concerned, C-O-N-C-E-R-N-E-D, concerned with the diet. Okay, അതായത് ഭക്ഷണത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞ. അപ്പൊ ഡയറ്ററ്റിക്സ് ഇന്റേൺ പരിശീലിപ്പിക്കുക. ഇന്റേൺ പരിശീലിപ്പിക്കുക, ട്രെയിൻ ചെയ്യാൻ വെച്ചാൽ പരിശീലിപ്പിക്കുക. ഡയറ്ററ്റിക്സ് ഇന്റേൺ പരിശീലിക്കുക, അതായത് ഡയറ്റിന്റെ പ്രധാനം കാര്യങ്ങളൊക്കെ സംബന്ധിക്കുന്ന ആ രീതിയിലുള്ള കാര്യങ്ങൾ സ്റ്റാഫിനൊക്കെ ആണെങ്കിലും ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത്, അവരെ പരിശീലിപ്പിക്കുക. ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക. അടുത്ത നോക്കിയേ, give direction to nurses, medical and dental students about the principle of nutrition and diet therapy. നോക്കിയേ, give direction to nurse, മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസ്, നേഴ്സിന്, മെഡിക്കൽ ഡെന്റൽ സ്റ്റുഡൻസിനൊക്കെ ആ പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂട്രീഷൻ പ്രിൻസിപ്പിള്, ഡയറ്റ് തെറാപ്പി എന്നിവയായിട്ട് ബന്ധപ്പെട്ടുള്ള ഡയറക്ഷൻസ്, നിർദ്ദേശങ്ങളും കൊടുക്കാം. Give direction to nurses, medical and dental students about the principles of nutrition and diet therapy. ന്യൂട്രീഷൻ പ്രിൻസിപ്പിൾ, ഡയറ്റ് തെറാപ്പി എന്നിവയുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ഡയറക്ട് നിർദ്ദേശങ്ങൾ നേഴ്സിനും മെഡിക്കൽ ഡെന്റൽ സ്റ്റുഡൻസിനും ഒക്കെ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നോക്കാം, collaborate with the medical staff in arranging
preparing and serving experimental metabolic research guides. Collaborate ചെയ്യാന്ന് വെച്ചാൽ സഹകരിക്കുക. 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 ഡയറ്ററ്റിക്സ് എന്നുള്ളതാണോ? ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞ the branch of knowledge. ഡയറ്ററ്റിക്സ് കാണാം. ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ ഡയറ്ററ്റിക്സ് ശീലിപ്പിക്കാന്നുള്ളത്. ഓക്കെ, ആ പോയിന്റ് അത്രേ ഉള്ളൂ. ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക. അതായത് ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞില്ലേ ഭക്ഷണത്തെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ. അപ്പൊ അതുമായിട്ട് ഡയറ്ററ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള് അതിനെന്ന് വെച്ചാൽ ട്രെയിനിങ് കൊടുക്കാന്നുള്ളത്. ഒറ്റയടിക്ക് അത് കൊടുത്തേക്കുന്നല്ല, പ്രത്യേക സെപ്പറേറ്റ് ഒരു മീനിങ് ആയിട്ടല്ല കേട്ടോ. ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. അതായത് ഇപ്പൊ നമുക്ക് ഒരു എന്താ പറയാ, ആ ഒരു ഡയറ്ററ്റിക്സ് അതിനെ കുറിച്ച് അതെന്ന് വെച്ചാൽ ഒരു ഡയറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങള് ആ ഒരു ഇതിനൊക്കെ ഒരു ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കാന്നുള്ള മീനിങ്. അല്ല, ഇന്റേണായിട്ട് നമ്മൾ മീനിങ് പറയില്ല, ഒരു ശേഖരിക്കുന്ന സ്ഥലം അങ്ങനെയൊക്കെ വേണമെങ്കിൽ അതിനൊരു മീനിങ് പഠിക്കാം. പക്ഷെ ഇവിടെ ഈ പോയിന്റ് ഉദ്ദേശിക്കുന്നത് ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക എന്നുള്ള കേട്ടോ. ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക. നെക്സ്റ്റ് നോക്കിയേ. അടുത്ത പോയിന്റിൽ നമ്മൾ പറഞ്ഞു നേഴ്സുകൾക്ക്, മെഡിക്കൽ ഡെന്റൽ സ്റ്റുഡൻസിനൊക്കെ പ്രിൻസിപ്പിൾ ഓഫ് ന്യൂട്രീഷൻ, ഡയറ്റ് തെറാപ്പി എന്നിവയിലേക്കൊക്കെ സംബന്ധിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കി. കൊളാബറേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ്. കൊളാബറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സഹകരിക്കുക. സഹകരിക്കുക. കൊളാബറേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫുമായിട്ട് സഹകരിക്കുക. എന്തിനു വേണ്ടിയാ? ഇൻ അറേഞ്ചിങ്, പ്രിപ്പയറിംഗ് ആൻഡ് സെർവിങ് എക്സ്പെരിമെന്റൽ മെറ്റാബോളിക് റിസർച്ച് ഡയറ്റ്. അതായത് ഗവേഷണ റിസർച്ച് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡയറ്റിലുള്ള ഗവേഷണ രീതികൾ. അപ്പൊ എന്ത് ചെയ്യാനായിട്ടാണ്? നമ്മുടെ മെഡിക്കൽ സ്റ്റാഫ് അറേഞ്ച് ചെയ്യാൻ, പ്രിപ്പയർ ചെയ്യാൻ, തയ്യാറാക്കാൻ, സെർവ് ചെയ്യാനായിട്ട് എന്താ ആ ഒരു ഗവേഷണ രീതികള്, ഡയറ്ററ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ചുകൾ അത് അറേഞ്ച് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും റിസർവ് ചെയ്യാനും ഒക്കെ ഈ മെഡിക്കൽ സ്റ്റാഫുമായിട്ട് സഹകരിക്കുക. എല്ലാ കാര്യങ്ങൾക്കും ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആ ഒരു മെഡിക്കൽ സ്റ്റാഫുമായിട്ട് സഹകരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ ആ ഒരു അവർക്ക് ആ ഗവേഷണ മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്, മെഡിക്കൽ സ്റ്റാഫ് ആണ്. അപ്പൊ അവർക്ക് ആ ഒരു ഇത് ഡയറ്ററ്റിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ഗവേഷണ റിസർച്ച് ഡയറ്റ് വേണം, മെറ്റാബോളിക് റിസർച്ച് ഡയറ്റ്. അപ്പൊ ആ ഡയറ്റിലുള്ള പുതിയ പുതിയ റിസർച്ച് കണ്ടുപിടുത്തം കാര്യങ്ങള്, അപ്പൊ അതിനൊക്കെ അറേഞ്ച് ചെയ്യാനും അത് പ്രിപ്പയർ ചെയ്യാനും അതൊക്കെ സെർവ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ ആ ഒരു മെഡിക്കൽ സ്റ്റാഫുമായിട്ട് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം? കൊളാബറേറ്റ് ചെയ്യുക, സഹകരിക്കണം, സഹകരിക്കുക എന്നുള്ളത്. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത് ടു കീപ് ഗുഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ഓൾ ദ പേഷ്യന്റ്. എല്ലാ പേഷ്യൻസിന്റെയും ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് നിലനിർത്തുക. അതായത് ഓരോ പേഷ്യൻസിന് വ്യത്യാസം ഉണ്ടാവുള്ളൂ, അവർക്ക് എന്തൊക്കെ ന്യൂട്രീഷൻസ് കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളത്. അപ്പൊ നല്ലൊരു ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് എന്ന് വെച്ചിട്ടില്ല. അപ്പൊ ഒരു നല്ലൊരു നമ്മുടെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു നില എല്ലാ പേഷ്യൻസിനും നിലനിർത്തുക എന്നുള്ളത്. ഈ standards for arranging menu, preparing, serving food and managing meal. Establish ആണ് കേട്ടോ. Establish. ഇനി എന്താ പറഞ്ഞേക്കണേ? എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? സ്ഥാപിക്കുക എന്നുള്ളത്. എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കാം. ഫോർ എന്തിനു വേണ്ടിയാ? അറേഞ്ചിങ് മെനൂസ് അറേഞ്ച് ചെയ്യാൻ, അത് പ്രിപ്പയർ ചെയ്യാൻ, സെർവിങ് ഫുഡ് സെർവ് ചെയ്യാൻ, മീൽസ് മാനേജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു മാനദണ്ഡങ്ങള്
എന്ത് ചെയ്യുക, സ്ഥാപിക്കുക. എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് വേണമല്ലോ, നമുക്ക് തോന്നിയ രീതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് ഓരോന്നിനും അതിൻ്റെതായ റെസ്ട്രിക്ഷൻ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ റൂൾസ് ഉണ്ടാവും, ഇന്ന രീതിയിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അതായത് ആ സ്റ്റാൻഡേർഡുകള്, മാനദണ്ഡങ്ങള് സ്ഥാപിക്കുന്നതിന്, മെനൂസ് അറേഞ്ച് ചെയ്യാൻ, പ്രിപ്പയർ ചെയ്യാൻ, സർവിങ് ഫുഡ്, മാനേജിങ് മീൽസ്, ഇതൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ടുള്ള മാനദണ്ഡങ്ങള് സ്ഥാപിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് ജസ്റ്റ് അതിനകത്ത് പോയിന്റ്സുകളിൽ നിങ്ങൾക്ക് ഏകദേശം വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. പോയിന്റ്സ് ഒന്നും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ല, പോയിന്റ്സ് ഒന്നും കാണാതെ പഠിക്കണ്ട, നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതിനകത്ത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നുള്ള രീതിയിലാണ് അതിന്റെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ആ ഒരു സ്ട്രക്ചറിലായിരിക്കും ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് ഇപ്പൊ ഏകദേശം നമുക്ക് ആ പോയിന്റ്സുകൾ വായിച്ചു കഴിഞ്ഞാൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അതിനകത്ത് സർവീസിൽ വരുന്നതാണോ എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു വെക്കാം. ഓക്കെ, സെക്കൻഡ് ഫ്രം ലാസ്റ്റ്, കൊളാബറേറ്റ് എന്നുള്ള കൊളാബറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, സഹകരിക്കുക. ആരുമായിട്ട് സഹകരിക്കാനാ? വിത്ത് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫുമായിട്ട് സഹകരിക്കുക എന്നുള്ളത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാ സ്റ്റാഫുമായിട്ട് സഹകരിക്കാൻ പറഞ്ഞത്? എന്തിനാണ്? അറേഞ്ചിങ്, പ്രിപ്പയറിംഗ്, സർവിങ് എക്സ്പെരിമെന്റൽ മെറ്റാബോളിക് റിസർച്ച് ഡയറ്റ്. അതായത് നമ്മൾ പറഞ്ഞത് ആ ഡയറ്റുമായിട്ട് സംബന്ധിച്ചുള്ള ഗവേഷണ രീതികൾ. അതായത് എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ, ഫുഡ് ഐറ്റംസ് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഓരോ ഡിസീസിനും യോജിക്കുന്ന ഫുഡ് ഏതാന്നൊക്കെ അതൊരു റിസർച്ച് വേണമെങ്കിൽ നടത്താം. മെഡിക്കൽ സ്റ്റാഫിന് അവരുടെ ആ മെഡിക്കൽ കണ്ടീഷൻ, പേഷ്യൻസിന് ആ ഒരു രോഗമൊക്കെ നോക്കിയിട്ട് ഏതൊക്കെ ഫുഡുകൾ ഉൾപ്പെടുത്താം എന്നിവയൊക്കെ ആ ഒരു ഡയറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ഗവേഷണ രീതികൾ. അപ്പൊ അത് അങ്ങനെയുള്ള റിസർച്ചുകൾ അറേഞ്ച് ചെയ്യാനും, അത് ഇനി അതിനനുസരിച്ച് ഫുഡുകളൊക്കെ ആണെങ്കിലും പ്രിപ്പയർ ചെയ്യാനും അതൊക്കെ സെർവ് ചെയ്യാനും ഒക്കെ ഈ മെഡിക്കൽ സ്റ്റാഫുമായിട്ട് എന്ത് ചെയ്യുക, സഹകരിക്കുക. അതിനകത്ത് കൊളാബറേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് അറേഞ്ചിങ്, പ്രിപ്പയറിംഗ്, സർവിങ് എക്സ്പെരിമെന്റൽ മെറ്റാബോളിക് റിസർച്ച് ഡയറ്റ്. അവിടെ കണക്കുണ്ട് ഡയറ്റ് എന്ന് ഒരു പോയിന്റ് തന്നെ നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. ഇപ്പൊ ഡയറ്റ് അതിന്റെ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ എന്താണ് ഇത്, ഡയറ്ററി സർവീസിന്റെ ഫങ്ഷൻസിൽ വരുന്നതാണ്. അത് ഫുള്ള് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ്ട, ജസ്റ്റ് പോയിന്റ്സുകൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങൾ. എന്നിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് അല്ലെങ്കിൽ ചെയ്യാത്തത് ഏത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പെട്ടെന്നൊന്ന് ഓടി ഞാൻ പറയാം. എക്യുപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ വീട്ടിൽ തന്നെ എന്തൊക്കെ സാധനങ്ങൾ, ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കും? മിക്സി ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണ്. മിക്സി നമ്മൾ അരയ്ക്കാൻ ആരെങ്കിലും, ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ്സിൽ ആരെങ്കിലും ഒക്കെ കല്ലേൽ അരയ്ക്കുന്നവരുണ്ടാവും. കല്ലേൽ അരയ്ക്കുന്നുണ്ടോ? ആരെങ്കിലും അരയ്ക്കുന്നുണ്ടോ? മിക്സി. അപ്പൊ നമ്മൾ അവിടെ എന്ന് പറഞ്ഞ മിക്സി പോരാ, അതിന് കുറച്ചും കൂടി വലിയൊരു എക്യുപ്മെന്റ്, അതായത് ഗ്രൈൻഡർ. അപ്പൊ അവിടെയൊക്കെ ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാ, വലിയ നമ്മൾ കുറച്ചു പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയാൽ പാരല്ലോ. ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവർക്ക് വേണം, പുറത്തു നിന്ന് വന്ന ആളുകൾക്ക് വേണം. അപ്പൊ നോക്കി എത്ര രീതിയിലാണ് നമ്മൾ ആ ഭക്ഷണം തയ്യാറാക്കുക, വലിയ ഇതിനകത്ത്. അപ്പൊ നമ്മൾ ഒരു ചെറിയൊരു കല്ലേൽ ഒരാൾ പോയി നരച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഇതെല്ലാത്തിനും നമ്മുടെ അതിൻ്റെതായ എക്യുപ്മെന്റ്സുകൾ ഉണ്ട് അവിടെ ഡയറ്ററിയിൽ. അതായത് നമ്മൾ അത് ഭക്ഷണം ഉണ്ടാക്കാനും, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഗ്രൈൻഡർ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ, അതിന്റെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ, അത് ഇപ്പൊ എന്തായാലും നമ്മൾ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതായത് നമ്മൾ മെയിൻ്റനൻസ് ചെയ്യണം. നമ്മൾ കേടാവുന്നതോ അല്ലെങ്കിൽ കേടായിട്ട് നന്നാക്കണേക്കായും നമ്മൾ എന്തെങ്കിലും ഇതൊക്കെ വരുമ്പോ കുറച്ചിപ്പോ നമ്മൾ ഒരു മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് എന്താ എല്ലാ എക്യുപ്മെന്റ്സുകളും ഒക്കെ കറക്റ്റ് ആണോ, വർക്കിംഗ് ശരിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത് അങ്ങനെ നമ്മൾ എന്താ പറയാ, അത് സംഘടിപ്പിക്കണം എന്നുള്ളത്. അപ്പൊ അത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ ആണ് അത്.
അപ്പൊ അവിടെ ഉള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ സ്റ്റാഫിനുള്ളൂ. ഡിപ്പാർട്ട്മെന്റ് വേണം ഈ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ നമ്മള് എന്താ കറക്റ്റ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടോ അതിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ നമ്മൾ പ്രിവെന്റീവ് എന്നുള്ള വേർഡ് കേട്ടിട്ട് നിങ്ങൾ ഒരു കൺഫ്യൂസ്ഡ് ആവണ്ട. പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മെയിൻ്റനൻസ് ചെയ്യൂലേ, അപ്പൊ നമ്മൾ ഫുള്ള് കേടായിട്ട് നന്നാക്കുന്നതിനേക്കാളും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എക്യുപ്മെന്റ്സുകളൊക്കെ ആണെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യും. അതിന് വേണ്ടിയിട്ട് അത് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്, സംഘടിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ ഓക്കെ ബാക്കിയെല്ലാം നമുക്ക് ഏകദേശം നമുക്ക് മീൽ എന്ന് പറഞ്ഞാൽ എന്താ, ഫുഡ്, നമ്മുടെ ചോറില്ലേ, ഫുഡ്, മീൽസ്. ഓക്കെ ഊണിന് നമ്മൾ എന്താ പറയാ, മീൽ എന്നല്ലേ പറയാ, മീല്. എക്യുപ്മെന്റ്സിന്റെ ആണെന്നാണ് നോക്കാം. പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാം ഫോർ ദ എക്യുപ്മെന്റിന്റെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാം, ഓർഗനൈസ് ചെയ്യുക. ക്ലിയർ ആയോ പോയിന്റ്സ്? എക്യുപ്മെന്റിന്റെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക, നല്ല ഫുഡ്, നല്ലൊരു സ്ഥിരമായിട്ടുള്ള വേളയില് നല്ല ഫുഡ് സപ്ലൈ ചെയ്യുക, പിന്നെ നിർദ്ദേശം അനുസരിച്ച് തന്നെ സപ്ലൈകള് നമ്മൾ റിസീവ് ചെയ്യുക, അതിന്റെ ക്വാളിറ്റി, സ്റ്റോർ ഇതൊക്കെ പരിശോധിക്കുക. നിർദ്ദേശം അനുസരിച്ച് തന്നെ സപ്ലൈകള് നമ്മള് ഇപ്പൊ ഓരോ സാധനങ്ങളൊക്കെ വരുമ്പോഴാണെങ്കിലും അതിന്റെ ക്വാണ്ടിറ്റി കറക്റ്റ് ആണോ, ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആണോ, അല്ലെങ്കിൽ അത് സ്റ്റോർ എത്രത്തോളം സ്റ്റോർ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് നിർമ്മിക്കാം, ഓരോ ഭാഗങ്ങളാക്കി നമുക്ക് അതിനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്യാം. വാർഡിലേക്ക് വേറെ, അങ്ങനെയൊക്കെ പോർഷൻ എന്ന് വെച്ചാൽ അതിനെ ഭാഗിക്കുക എന്നുള്ള മീനിങ് ആട്ടോ, ഭാഗമാക്കുക, അതായത് തരംതിരിക്കുക. അസംബിൾ ചെയ്യാന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കുക. ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്, ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ ഇനി അടുത്തത് എന്താ, ന്യൂട്രീഷണൽ നീഡ് അനുസരിച്ച് വേണം നമുക്ക് ആ റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യാൻ. ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് എന്തനുസരിച്ചാ, അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് പേഷ്യന്റിന്റെ നീഡ് അനുസരിച്ച് തന്നെ റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ ഓരോ പേഷ്യൻസിന്റെ ആവശ്യം അതനുസരിച്ച് തന്നെ എന്തൊക്കെ ഭക്ഷണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, ആ റെസിപ്പി അതനുസരിച്ച് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. പിന്നെ അടുത്തത് നമ്മള് ആണുങ്ങൾക്ക് പേഷ്യൻസിനൊക്കെ ആണെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. എന്താണ് നമുക്ക് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനാണെങ്കിലും നമുക്ക് ആ ഡയറ്ററി ഫിസിഷ്യന്റെ ഓർഡർ അനുസരിച്ചിട്ട് വേണം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ആ ഡയറ്റ് പല ഫുഡ് ഡിസീസുകളുടെ ആ ട്രീറ്റ്മെന്റിന് ഡയറ്റിന്റെ പങ്ക് എന്താണ്, അതിനെ കുറിച്ചൊരു നിർദ്ദേശം കൊടുക്കാം. ഡയറ്റ് റോൾ എന്താണ്, വേരിയസ് ഡിസീസ് ട്രീറ്റ്മെന്റിൽ ഡയറ്റിന്റെ റോൾ എന്താണെന്നുള്ളത്. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എവരിഡേ ഡയറ്റ് പാറ്റേൺ, പേഷ്യൻസിന്റെ നീഡ്സ് ഒക്കെ കണ്ടെടുത്ത്, അതായത് അവരുടെ വിവിധ രോഗാവസ്ഥയിലുടനീളം അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണം വേണം, അവർക്കുടെ നീഡ്സ് അനുസരിച്ച് നമുക്ക് ആ ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യാം. To follow everyday diet pattern to meet their needs throughout the various disease condition. ഓരോരുത്തർക്കുടെ രോഗവ്യത്യാസമായിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ ആ കണ്ടീഷനിൽ നമ്മുടെ ആവശ്യകതകൾ ഏതൊക്കെയാണ്, നമുക്ക് ആ രോഗാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഏതൊക്കെ ഫുഡ് നമുക്ക് വേണം, അതനുസരിച്ച് ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുക. പിന്നെ ഏറ്റവും നമ്മൾ പറഞ്ഞ എല്ലാ ദിവസവും ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ ഏതാ, ടു പ്രിപ്പയർ മീൽസ് സ്നാക്സ് ഫോർ പേഷ്യൻസ് ഹു ആർ അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ. ഞാൻ പറഞ്ഞു അണ്ടർലൈൻ ചെയ്തെല്ലാം പറഞ്ഞായിരുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് മീൽസ് സ്നാക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇത് ആ മീൽസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഫിസിഷ്യന്റെ റിട്ടേർഡ് ഓർഡർ അനുസരിച്ച് നല്ല സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസിലായിരിക്കണം പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ അടുത്ത് അറേഞ്ച് ചെയ്യുക, നടപ്പിലാക്കുക. പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ്, ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക. പിന്നെ നഴ്സിന്, ഡെന്റൽ സ്റ്റുഡൻസിന് ഒക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കാം. ഇതിനെ കുറിച്ച് പ്രിൻസിപ്പിൾ ഓഫ് ന്യൂട്രീഷൻ, ഡയറ്റ് തെറാപ്പി എന്നിവയായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാം. പിന്നെ മെഡിക്കൽ സ്റ്റാഫുമായിട്ട് സഹകരിക്കാം. എന്തിനാ, അറേഞ്ച് ചെയ്യാൻ
പ്രിപ്പയർ ചെയ്യാൻ, സെർവ് ചെയ്യാൻ. എക്സ്പെരിമെന്റൽ മെറ്റാബോളിക് റിസർച്ച് ഡയറ്റ്, ആ ഡയറ്റിലുള്ള ഗവേഷണപരമായിട്ടുള്ള കാര്യങ്ങളിൽ അത് അറേഞ്ച് ചെയ്യാനും അത് തയ്യാറാക്കാനും സെർവ് ചെയ്യാനും ഒക്കെ ഈ മെഡിക്കൽ സ്റ്റാഫുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മൾ നല്ലൊരു പേഷ്യൻസിന്റെ നല്ലൊരു ഗുഡ് ന്യൂട്രീഷൻ സ്റ്റാറ്റസ്, ഒരു നല്ലൊരു പോഷകാഹാര നില, ഒരു അവസ്ഥ നിലനിർത്തുക എന്നുള്ളത്. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്, മെനു എങ്ങനെ മെനൂസ് അറേഞ്ച് ചെയ്യാൻ, പ്രിപ്പയർ ചെയ്യാൻ, ഫുഡ് സെർവ് ചെയ്യാൻ, മാനേജിങ് മീൽസ്, എന്ന് പറഞ്ഞാൽ ഭക്ഷണം, അതൊക്കെ നമ്മൾ മാനേജ് ചെയ്യാനൊക്കെ എന്തനുസരിച്ച് വേണം, അത് അതിന് വേണ്ടിയിട്ടുള്ള ആ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളത്. അതിനെല്ലാത്തിനും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവുമല്ലോ, അതനുസരിച്ച് വേണം നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ്, ഒരു മാനദണ്ഡങ്ങൾ അനുസരിച്ച് വേണം അത് അറേഞ്ച് ചെയ്യാനും, പ്രിപ്പയർ ചെയ്യാനും, സെർവ് ചെയ്യാനും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ അങ്ങനെ ഒരു ഇത് വേണം. പോയിന്റ്സ് ക്ലിയർ ആയില്ലേ? എല്ലാ പോയിന്റ്സും ക്ലിയർ ആയില്ലേ? ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കിയേ, പ്രോബ്ലം സിറ്റുവേഷൻസ്. Problem situations. Dispute between food service staff and nursing staff. Problem situation. Dispute എന്ന് പറഞ്ഞാൽ എന്താ? തർക്കം. Okay. Dispute between food service staff and nursing staff. Food service staffും nursing staffും തമ്മിലുള്ള ആ തർക്കം എന്ത് ചെയ്യുക, അവര് തമ്മിലുണ്ടാകുന്ന ഒരു പ്രശ്നം, അത് ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന പ്രോബ്ലം ആണ്, ഒരു പ്രശ്നമാണ്. ഓക്കെ, പ്രോബ്ലം ആണ്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. ഫുഡ് സർവീസ് സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ് തമ്മിലുള്ള ഒരു തർക്കം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, കംപ്ലൈന്റ്സ് അഗൈൻസ്റ്റ് ദ ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റിന് എതിരെ ഉണ്ടാകുന്ന കംപ്ലൈന്റ്സുകൾ, അത് ഏതുമായിട്ടാ? വിത്ത് റിഗാർഡഡ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഫുഡ്. ഫുഡിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് ആ ഡിപ്പാർട്ട്മെന്റിന് എതിരെ ഉണ്ടാകുന്ന കംപ്ലൈന്റ്സ്. ഓക്കെ, കംപ്ലൈന്റ്സ് അഗൈൻസ്റ്റ് ദ ഡിപ്പാർട്ട്മെന്റ് എന്തുമായിട്ട് സംബന്ധിച്ച? വിത്ത് റിഗാർഡ് ടു ദ ക്വാളിറ്റി ഓഫ് ഫുഡ്. ആ ഫുഡിന്റെ ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെതിരെ ഉണ്ടാകുന്ന കംപ്ലൈന്റ്സ്. എത്ര നല്ല ഫുഡ് ഉണ്ടാക്കിയാലും ചിലര് കംപ്ലൈന്റ് പറയില്ല, ചീത്ത ഫുഡാണ്, കൊള്ളൂല എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന ആ ഫുഡിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് ആ ഡിപ്പാർട്ട്മെന്റിനെതിരെ ഉണ്ടാകുന്ന കംപ്ലൈന്റ്സുകൾ. അടുത്ത് നോക്കിയേ, ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്. നമ്മള് എന്താ തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മോഷണം, റോബറി എന്ന് വെച്ചാൽ കവർച്ച, ചെറിയ. ട്രിവിയൽ തെഫ്റ്റ് എന്ന് വെച്ചാൽ എന്താ പറയാ? നിസ്സാരമായിട്ടുള്ള മോഷണം, ചെറിയ കുഞ്ഞു മോഷണങ്ങൾ, ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും എടുത്തോണ്ട് പോവാ, ഫുഡ് ഐറ്റം വേണമെങ്കിൽ എന്തെങ്കിലും എടുത്തോണ്ട് പോവാ. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ, പച്ചക്കറികൾ, പലചരക്കുകൾ, അതിനോട് ബന്ധപ്പെട്ടുള്ള മസാലകൾ, പൊടികൾ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ മോഷണം, വലിയ കുറെ കാശോ ഇതൊന്നും അല്ല, സ്വർണ്ണമൊന്നും അല്ല, കുഞ്ഞു മോഷണങ്ങൾ, അതാണ് ട്രിവിയൽ തെഫ്റ്റ് എന്ന് പറയുന്നത്. നിസ്സാര മോഷണങ്ങൾ. ചിലപ്പോൾ വേണമെങ്കിൽ 2 പാക്കറ്റ് നമുക്ക് വേണമെങ്കിൽ സാമ്പാർ പൊടി എടുത്തോണ്ട് പോവാം, അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് പരിപ്പ് എടുത്തോണ്ട് പോവാം. അങ്ങനെയൊക്കെ വരുന്ന ചെറിയ അവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ പറഞ്ഞു അവിടെ വർക്ക് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ പുറമേ നിന്ന് ആരെങ്കിലും ഒക്കെ ചെറിയ കുഞ്ഞു മോഷണം. ആൻഡ് റോബറി, കവർച്ച ഇൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ നടക്കുന്ന നിസ്സാരമായ മോഷണങ്ങളും കവർച്ചകളും. ബിഗ് ഫ്രോഡ്സ് ക്യാൻ ഒക്കർ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. വലിയ ഫ്രോഡുകൾ, big frauds can occur in materials management department. Materials management ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന വലിയ ഫ്രോഡുകൾ. അതായത് എന്താ പറയുക, ഇപ്പൊ മെഷീനുകളൊക്കെ നമ്മൾ പറയുന്നല്ലോ, അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ, അത് വേണമെങ്കിൽ മോഷണം പോകാം, അല്ലെ. അപ്പൊ അതിന്റെ വർക്കിംഗ് സംഭവങ്ങൾ, അല്ലെങ്കിൽ പാത്രങ്ങള്, വലിയ വിലപിടിപ്പുള്ള വാർപ്പ് സാധനങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വലിയ മോഷണങ്ങൾ, ബിഗ് ഫ്രോഡ്സ്, വലിയ തട്ടിപ്പുകൾ occur in materials management department. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ആയിട്ട് പഠിക്കാണ്ട് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അപ്പൊ അതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ പഠിക്കാം. ആ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന വലിയ ഫ്രോഡുകള്. പിന്നെ അടുത്തോട്ട് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഗാർബേജ്.
വേസ്റ്റ് അത് ഡിസ്പോസ് ചെയ്യാന്നുള്ളത്. അപ്പൊ നോക്കിയേ, നമ്മുടെ വീട്ടില് കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെയൊക്കെ ഒരു ദിവസം എത്രത്തോളം വേസ്റ്റ് ഉണ്ടാകാം അല്ലെ. ഫുഡിന്റെ നമ്മുടെ പച്ചക്കറികളുടെ വേസ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ അത് തയ്യാറാക്കുന്ന അതിന്റെ ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് വേസ്റ്റുകളുണ്ട്. അപ്പൊ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ്. അത് ഡിസ്പോസ് ചെയ്യണ്ടേ, നല്ല രീതിയിൽ സംസ്കരിക്കണം. ഓക്കെ, പോയിന്റ്സുകൾ ക്ലിയർ അല്ലേ? എല്ലാ പോയിന്റ്സും ക്ലിയർ അല്ലേ? ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ചെറിയ പോയിന്റ്. ഇനി അടുത്ത നോക്കിയേ, ഒരു ചെറിയ സെക്ഷൻ കൂടി ഉള്ളൂ നമ്മുടെ ആ ചാപ്റ്റർ ചാപ്റ്റർ തിയറി. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങും. ഓക്കെ, dietitian is labeled. First heading നോക്കാം. Policies and procedure that can be applied in dietary ഡിപ്പാർട്ട്മെന്റിൽ അപ്ലൈ ചെയ്യുന്ന പോളിസികൾ, നയങ്ങളും പ്രൊസീജിയേഴ്സും, അവിടെ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? പോളിസികളും പ്രൊസീജിയേഴ്സും that can be applied in dietary ഡിപ്പാർട്ട്മെന്റിൽ ഫോളോ ചെയ്യുന്ന പോളിസികളും പ്രൊസീജിയേഴ്സും. Okay, first നോക്കിയേ, dietitian is labeled for the quality and quantity of food items. Dietitian is labeled. Label എന്ന് വെച്ചാൽ എന്താ? ബാധ്യതയുള്ള. Dietitian is labeled for the quality and quantity of food item. ആ ഫുഡ് ഐറ്റത്തിന്റെ ക്വാളിറ്റിയില് അത് നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റി, അതിനൊക്കെ ആർക്കാ ഉത്തരവാദിത്തം? ഡയറ്റീഷ്യനാണ്. ഓക്കെ, ഡയറ്റീഷ്യന് ബാധ്യതയുണ്ടെന്ന്, അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ ബാധ്യസ്ഥരായിരിക്കും. ആ ഫുഡ് ഐറ്റത്തിന്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഡയറ്റീഷ്യൻ ബാധ്യസ്ഥ ഉണ്ടായിരിക്കും. ഇനി അടുത്ത് നോക്കിയ രണ്ടാമത്തെ പോയിന്റ്, പവർ ഓഫ് എമർജൻസി പർച്ചേസസ് ഷുഡ് ബി ഗിവൺ ടു ദ ഓഫീസർ ഇൻ ചാർജ്. എന്താ പറഞ്ഞേക്കുന്നത്? പവർ ഓഫ് എമർജൻസി പർച്ചേസസ് ഷുഡ് ബി ഗിവൺ ടു ദ ഓഫീസർ ഇൻ ചാർജ്. ആ ഇൻചാർജ് ഉള്ള ഓഫീസറിന് ആ എമർജൻസി പർച്ചേസിനുള്ള അധികാരം നൽകണം. പെട്ടെന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ എമർജൻസി പർച്ചേസ്, അതിനുള്ള അധികാരം ആർക്ക് കൊടുക്കണം? എമർജൻസി പർച്ചേസിനുള്ള അധികാരം ആർക്ക് കൊടുക്കണം എന്നാ പറഞ്ഞേക്കണേ? ആ ഓഫീസർ ഇൻചാർജ് ഉള്ള ഓഫീസറിന് നൽകണം. ഓക്കെ, പവർ ഓഫ് എമർജൻസി പർച്ചേസ് ഷുഡ് ബി ഗിവൺ ടു ദ ഓഫീസർ ഇൻചാർജ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. ഒന്നാമത്തെ പോയിന്റും നോക്കി വെക്കാം. ടെക്സ്റ്റ് ഉള്ളവര് ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്തിടുക, ഇല്ലാത്തവര് പെട്ടെന്ന് തന്നെ ടെക്സ്റ്റ് വാങ്ങാം കേട്ടോ. ഇപ്പൊ ഞാൻ ഞാനിങ്ങനെ ഓഫീസിൽ ഇനി നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ടെക്സ്റ്റ് കിട്ടാത്തതില്ലേ? ടെക്സ്റ്റ് കിട്ടാത്തവരില്ലേ കൂട്ടത്തില്? അത് ഞാൻ ഓഫീസിൽ ഇവിടെ ചോദിച്ചപ്പോ പറഞ്ഞത്, നമ്മള് പേയ്മെന്റ് കഴിഞ്ഞിട്ട് 7 ദിവസത്തിനുള്ളിൽ ടെക്സ്റ്റ് കിട്ടും എന്നാണ് പറഞ്ഞത്. നിങ്ങളോട് ഓരോരുത്തരെ പേഴ്സണൽ ആയിട്ട് വിളിച്ചിട്ടുണ്ടാവും ഓഫീസിൽ നിന്ന് അല്ലെ. പേയ്മെന്റ് എടുത്തിട്ട് 7 ദിവസത്തിനുള്ളിൽ ടെക്സ്റ്റ് കിട്ടുമെന്നാണ്. ഇനി 7 ദിവസം കഴിഞ്ഞിട്ടും ടെക്സ്റ്റ് ആർക്കെങ്കിലും കിട്ടാത്തത് ഉണ്ടെങ്കിൽ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ടെക്സ്റ്റ് വാങ്ങണം, എന്തായാലും നിർബന്ധമാണ്. നമ്മുടെ ഈ ക്ലാസ്സിൽ പറയുന്ന പോയിന്റ്സുകൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാനോ അതിന്റെ മീനിങ് ഒന്ന് എഴുതി വെക്കണമെങ്കിലോ ഒക്കെ ആയിട്ട്. അല്ലാതെ ഫുള്ള് നമ്മുടെ ബുക്കിലേക്ക് അത് കോപ്പി ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ ക്ലാസ്സിലും നമുക്ക് സമയം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻസ് പറയണേന്നുള്ളത് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ആ ടെക്സ്റ്റിലേക്ക് നോട്ട് ചെയ്തിടാം. ടെക്സ്റ്റ് ഉള്ളവർക്ക് അറിയാം, നല്ല എളുപ്പമാണ്. നമുക്ക് അതൊന്ന് ആ കാര്യങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിടുക, നോട്ട് ചെയ്യുക ചെയ്യും. ഫസ്റ്റും സെക്കൻഡ് പോയിന്റ് അണ്ടർലൈൻ ചെയ്തു, രണ്ടും ചോദിക്കാം. അപ്പൊ അതിനകത്ത് ഹു ഈസ് ലേബിൾഡ് ഫോർ ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഫുഡ് ഐറ്റം ചോദിക്കാം. അപ്പൊ ഡയറ്റീഷ്യൻ. നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് നോക്കി എന്താ? പവർ ഓഫ് എമർജൻസി പർച്ചേസർ ഷുഡ് ബി ഗിവൺ ടു ദ ഓഫീസർ ഇൻചാർജ്. ഇൻചാർജ് ആ എമർജൻസി പർച്ചേസിനുള്ള അധികാരം ഇൻചാർജ് ഉള്ള ഓഫീസറിന് നൽകണം. ഓക്കെ, എമർജൻസി പർച്ചേസിനുള്ള അധികാരം ഇൻചാർജ് ഉള്ള ഓഫീസറിന് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, എ ടീം consisting of 3 to 4 members should inspect the food items received.
അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഈ ടീം കൺസിസ്റ്റിംഗ് ഓഫ് 3 to 4 മെമ്പേഴ്സ്, 3-4 മെമ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ടീം എന്ത് ചെയ്യണം? നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ പരിശോധിക്കുക. റിസീവ് ചെയ്യുന്ന ആ ഫുഡ് ഐറ്റം എന്ത് ചെയ്യണം? ഒന്ന് പരിശോധിക്കണം. എന്ന് വെച്ചാൽ അതിനൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട്, നമ്മൾ അതിനെ ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് 3-4 മെമ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ടീമുണ്ട്. A team consisting of 3 to 4 members should inspect ചെയ്യാന്ന് വെച്ചാൽ പരിശോധിക്കാം the food item received. Okay, അടുത്ത നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ്, everything should be correctly maintained and cleaned. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കണം. ആൻഡ് ക്ലീൻഡ് ആയിട്ട്, കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യണം. എവറിത്തിങ് ഷുഡ് ബി കറക്റ്റ്ലി മെയിൻറ്റെയിൻഡ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ക്ലീൻഡ് ആയിരിക്കണം. നെക്സ്റ്റ് നോക്കിയേ, proper sanitation and cleanliness that include rodent control measures should be noticed. Proper sanitation, sanitize ചെയ്യുക, എല്ലാം നീറ്റാക്കുക, വൃത്തിയാക്കുക, അണുനശീകരണം നടത്തുക എന്നുള്ള മീനിങ്. അണുനശീകരണം നടത്തുക. പ്രോപ്പർ സാനിറ്റേഷൻ ആൻഡ് ക്ലീൻനെസ് ദാറ്റ് ഇൻക്ലൂഡ്. അപ്പൊ നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിൽ പ്രോപ്പർ ആയിട്ട് സാനിറ്റൈസ് ചെയ്യുക, സാനിറ്റേഷൻ നടക്കുക. നമ്മൾ കൊറോണ ഒക്കെ വന്നപ്പോ ഒത്തിരി കേട്ടൊരു വേർഡാണ് സാനിറ്റൈസർ, അല്ലെ? സാനിറ്റൈസർ, സാനിറ്റേഷൻ എന്നൊക്കെ ഉള്ളത്. വൃത്തിയാക്കുക, അണുനശീകരണം നടത്തുക എന്നുള്ള മീനിങ് ഒക്കെയാണ്. ആൻഡ് ക്ലീൻനെസ്, നമ്മൾ ക്ലീൻ ആക്കുക. അതിനകത്ത് എന്തും കൂടി ഉൾപ്പെടുത്തണം? ദാറ്റ് ഇൻക്ലൂഡ് റോഡന്റ്. റോഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എലിശല്യം. അപ്പൊ ആ സ്റ്റോറൊക്കെയാണ്, അല്ലെ? ഫുഡൊക്കെ പറയും നമ്മള് അതിന് വേണ്ട സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പൊ എലിശല്യം നിയന്ത്രിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടി വെക്കണം. അതും കൂടി അതിനകത്ത് ക്ലീൻനെസിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തണം. നമ്മുടെ വീട്ടിൽ സ്റ്റോർ റൂമിലൊക്കെ എലിയൊക്കെ ഉണ്ടാവും, അല്ലെ? ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അത് ഫുഡ് കഴിക്കാനായിട്ട് വരും. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് കുറേയും അവിടെ ബൾക്കായിട്ട് കുറേയും ഇതിനകത്തല്ലേ സ്റ്റോർ ചെയ്ത് വെക്കണേ. അപ്പൊ അവിടെ ആ സ്റ്റോർ റൂമിലൊക്കെ എലിശല്യൊക്കെ ഉണ്ടാവാം. അപ്പൊ ഈ നമ്മൾ ക്ലീൻനെസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ റോഡ് ആൻഡ് കൺട്രോൾ മെഷേഴ്സും കൂടി അതിൽ ഉൾപ്പെടുത്തണം. എലിയൊക്കെ വരാത്ത രീതിയിൽ മാറ്റ്, പല സംഭവങ്ങളില്ലേ എലിയെ പിടിക്കാനുള്ള സംഭവങ്ങളൊക്കെ, അതൊക്കെ ഉൾപ്പെടുത്തണം. നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ്, സൂപ്പർവൈസറി സ്റ്റാഫ് ഷുഡ് ബി റെഡി ഇൻ ദ പേഷ്യന്റ് കിച്ചൺ. ആ ഒരു പേഷ്യന്റ് കിച്ചണിൽ ഒരു സൂപ്പർവൈസ് ചെയ്യാനുള്ള ഒരു സ്റ്റാഫ് റെഡി ആയിരിക്കണം. ത്രൂ ഔട്ട് ഓൾ ദ വർക്കിംഗ് അവേഴ്സ്, എല്ലാ വർക്കിംഗ് അവേഴ്സും, ആ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ വർക്കിംഗ് അവേഴ്സ് മൊത്തം അതിനെ സൂപ്പർവൈസ് ചെയ്യാൻ കിച്ചണിൽ ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് റെഡി ആയിരിക്കണം. ആൻഡ് ദ വർക്ക് ഷെഡ്യൂൾ ഷുഡ് ബി അറേഞ്ച്ഡ്. അതുപോലെ തന്നെ വർക്ക് ഷെഡ്യൂളും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. ആൻഡ് വർക്ക് ഷെഡ്യൂൾ ഷുഡ് ബി അറേഞ്ച്ഡ് പ്രോപ്പർലി. ഇപ്പൊ ഷിഫ്റ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മൾ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇത്ര സെക്ഷനിൽ ഇത്ര സ്റ്റാഫുകള്, ആ ഷെഡ്യൂളില്ലേ, വർക്ക് ഷെഡ്യൂള്, അത് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് എന്താ? ഒരു പേഷ്യന്റ് കിച്ചണില് എല്ലാ സമയത്തും വർക്കിംഗ് അവേഴ്സിലും അവൈലബിൾ ആയിട്ടുള്ള, റെഡി ആയിട്ട് ഒരു സൂപ്പർവൈസറി സ്റ്റാഫ്, എല്ലാത്തിനും സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് ഉണ്ടായിരിക്കണം. ആൻഡ് പിന്നെ എന്താ? വർക്ക് ഷെഡ്യൂള് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യും. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ദ വാർഡ് ഷുഡ് ബി വിസിറ്റഡ് ബൈ ഡയറ്റീഷ്യൻ എവറി ഡേ. എല്ലാ ദിവസവും വാർഡ് എന്ത് ചെയ്യുക? ഡയറ്റീഷ്യൻ വിസിറ്റ് ചെയ്യണം. The ward should be visited by dietitian every day. വാർഡില് പേഷ്യൻസ് ഒക്കെ ഇല്ല, അപ്പൊ അവരുടെ അടുത്ത് നേരിട്ട് ചെന്ന് ചോദിക്കാം, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നില്ലേ, നല്ല ഫുഡല്ലേ, ഫുഡുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വാർഡിൽ അങ്ങനെ എല്ലാ ദിവസവും ഡയറ്റീഷ്യൻ എന്ത് ചെയ്യണം? വിസിറ്റ് ചെയ്യണം. The ward should be visited by dietitian every day. അപ്പൊ അവരോട് ചോദിക്കാം, എങ്ങനെയുണ്ട് നമ്മുടെ ഭക്ഷണമൊക്കെ, നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ അത് കഴിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് കുറവില്ലേ, അല്ലെ? ആ രീതിയിലൊക്കെ ഒന്ന് അവരോട് പേഷ്യൻസുമായിട്ടൊക്കെ സംസാരിക്കാനും ഈ കാര്യങ്ങളൊക്കെ മൊത്തം മാനേജ് ചെയ്യാനൊക്കെ ആയിട്ട് എന്താണ്? വാർഡില് ഡയറ്റീഷ്യൻ എല്ലാ ദിവസവും വിസിറ്റ് ചെയ്യണം. ഓക്കെ, the ward should be visited by dietitian every day. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് തരാം കേട്ടോ. The ward should be visited by dash every day. ആരാണ്? ഡയറ്റീഷ്യൻ. അത് അവിടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്, ഇൻ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഡയറ്റീഷ്യൻ എല്ലാ ദിവസവും വാർഡ് വിസിറ്റ് ചെയ്യണം. സർവീസ് ടൈമിംഗ് ഷുഡ് ബി ഡിറ്റർമിൻ. അടുത്ത് നോക്കിയേ, സർവീസ് ടൈമിംഗ് നിശ്ചയിക്കണം. ഓരോരുത്തർക്കുള്ള ടൈമിംഗ് ഇല്ലേ, സർവീസ് ടൈം, ഇത്ര സമയം, ആ സർവീസ് ടൈം നിശ്ചയിക്കണം. Service timing should be determined.
ഡിറ്റർമിൻ ചെയ്യാന്ന് വെച്ചാൽ നിശ്ചയിക്കുക. നെക്സ്റ്റ് നോക്കിയേ, ലാസ്റ്റ് പോയിന്റ് എന്താ? നേഴ്സസ് ഷുഡ് എക്സാമിൻ ആൻഡ് ഒബ്സർവ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽ ഇൻ ദ വാർഡ്. അപ്പൊ ആ വാർഡില് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഭക്ഷണം അതിന് ഒരു മേൽനോട്ടം വഹിക്കാനായിട്ട് മേൽനോട്ടം വയ്ക്കുക. എക്സാമിൻ ചെയ്യാന്ന് വെച്ചാൽ പരിശോധിക്കുക. അതിന് ആര് റെഡി ആയിരിക്കണം? നേഴ്സസ് എക്സാമിൻ ചെയ്യണം. എക്സാമിൻ ചെയ്യാന്ന് വെച്ചാൽ പരിശോധിക്കുക. നേഴ്സസ് ഷുഡ് എക്സാമിൻ ആൻഡ് ഓവർസീസ്. എക്സാമിൻ എന്ന് വെച്ചാൽ പരിശോധിക്കുക, ഓവർസീസ് എന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കുക എന്നുള്ളത്. ഓക്കെ, നേഴ്സസ് ഷുഡ് എക്സാമിൻ ആൻഡ് ഓവർസീ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽ ഇൻ ദ വാർഡ്. ആ വാർഡിലെ മീൽസ് അതിന് പരിശോധിക്കുക, അതിനുള്ള മേൽനോട്ടം എന്നിവയൊക്കെ നേഴ്സസ് എന്ത് ചെയ്യുക? എക്സാമിൻ ചെയ്യണം. Nurses should examine and oversee the distribution of meals in the wards. എല്ലാ പോയിന്റ്സും ക്ലിയർ അല്ലേ? പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്ററും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നെക്സ്റ്റ് നമ്മൾ തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ, ഇതെല്ലാം നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിൽ വരുന്നതാണ്. അത് നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു ഷീറ്റ് ഇട്ട് തന്നിട്ടുണ്ടെന്നാ പറഞ്ഞത് ഇവിടുന്ന്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ടെക്സ്റ്റിൽ ആ ചാപ്റ്ററുകൾ അതിനനുസരിച്ച് നോക്കി പഠിച്ചാൽ മതി കേട്ടോ. ഓരോ മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് നോക്കി പഠിച്ചാൽ മതി. അതാ ഞാൻ പറഞ്ഞു, ഓരോ ടീച്ചേഴ്സും പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഇൻട്രൊഡക്ഷൻ ഹിസ്റ്ററി ആയിരുന്നു. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ ചാപ്റ്ററിലേക്ക് വന്ന ബ്ലഡ് ബാങ്ക് മുതലുള്ള ചാപ്റ്ററുകൾ നമ്മൾ ബ്ലഡ് ബാങ്ക്, CSST, റേഡിയോളജി, ഡയറ്ററി, ഇതൊക്കെ നമ്മൾ അതിന്റെ ഓർഡർ അനുസരിച്ചാണ്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പേര് എഴുതിയിട്ട് ഒന്ന് അങ്ങനെ ഓർഡർ ചെയ്ത് വെക്കാം കേട്ടോ. എന്തായാലും എക്സാം ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ ഒരുമിച്ച് എക്സാം നടത്തുള്ളൂ. ഈ എല്ലാ ചാപ്റ്ററും ഫസ്റ്റ് സെക്കൻഡിലെ എല്ലാ ചാപ്റ്റേഴ്സും മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞിട്ട് എക്സാം നടത്തുള്ളൂ. അപ്പൊ ടെക്സ്റ്റിൽ നിങ്ങൾ അതിനനുസരിച്ച് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. പേജ് നമ്പർ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. നമ്മൾ എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലെ? ഏതൊക്കെയാന്നുള്ളത് ഇൻട്രൊഡക്ഷൻ ഹിസ്റ്ററി എടുത്തു, അത് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. പിന്നെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് ഫസ്റ്റ് ബ്ലഡ് ബാങ്ക് എടുത്തു, CSST, റേഡിയോളജി, ഡയറ്ററി, ഇത്രയും ചാപ്റ്റേഴ്സ് അല്ലേ നമ്മൾ എടുത്തത്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ നമ്മൾ എടുക്കുന്ന ഡയാലിസിസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അത് നമുക്ക് ഇനി നെക്സ്റ്റ് മൺഡേ നമുക്ക് തുടങ്ങാം. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് വേഗം തന്നെ വാങ്ങുക കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് വേഗം വാങ്ങുക എന്നുവെച്ചാൽ അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് ഒന്ന് വായിക്കാനായിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അന്നന്ന് എടുക്കുന്നത് ഒന്ന് വായിച്ചു പോകാലോ. അപ്പൊ തൽക്കാലത്തേക്ക് ടെക്സ്റ്റ് ഇല്ലാത്തവര് നിങ്ങൾ ആ നോട്ട്ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ. ഇപ്പൊ ഇതിലെ ലാസ്റ്റ് പറഞ്ഞാൽ ഏതെങ്കിലും പോയിന്റ്സ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പോളിസി ആൻഡ് പ്രൊസീജിയർ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡയറ്ററി. ചെറിയ പോയിന്റ്സ് ആണ്, ഇല്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യും കേട്ടോ. അപ്പൊ തിങ്കളാഴ്ച നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം, ഡയാലിസിസ്. ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ? ഡയാലിസിസ് ചെയ്യണ്ടോ? നിങ്ങളുടെ റിലേറ്റീവ്സോ? സഫീറയുടെ ആരാണ് ഡയാലിസിസ് ചെയ്യുന്നത്? നീതു. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവരോടൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഏത് തരത്തിലുള്ള ഡയാലിസിസ് ചെയ്യണേ, എങ്ങനെയാ ചെയ്യുക, ഹോസ്പിറ്റലിൽ പോയിട്ടാണോ വീട്ടിലാണോ ചെയ്യുന്നത്? അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഹസ്ബൻഡിന്റെ ഫാദർ, അപ്പൊ കുറച്ചും കൂടെയൊക്കെ വീട്ടിലുള്ള ആളല്ലേ, അറിയാൻ പറ്റും. അപ്പൊ ഒന്നൊക്കെ ഒന്ന് കരുതിയിരിക്കുക, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മൺഡേ കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യും. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് വേഗം പേയ്മെന്റ് ചെയ്യാത്തവരൊക്കെ വേഗം പേയ്മെന്റ് ചെയ്തിട്ട് ടെക്സ്റ്റ് വാങ്ങാം കേട്ടോ. ടെക്സ്റ്റ് നമ്മൾ എന്തായാലും വാങ്ങണം, നിർബന്ധമാണ് അത്. ടെക്സ്റ്റ് വാങ്ങണം, നിങ്ങൾക്കും അതാണ് എളുപ്പം. അപ്പൊ ഓരോ ടീച്ചേഴ്സും ക്ലാസ്സിൽ പറയുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് അതിന്റെ ഒപ്പം പോകാം. ഓക്കെ.